മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നീക്കങ്ങൾ സജീവമാക്കി രമേശ് ചെന്നിത്തലയും. കേരള യാത്ര എന്ന പേരിൽ തേർഡ് ക്ലാസ് ചെന്നിത്തല ആരംഭിച്ചു. കെ.സിയും വി.ഡിയും മുഖ്യമന്ത്രിയാക്കാൻ സകല അടവുകളും പുറത്തിറക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ആർ രാജീവാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. രാജീവ്, ഈ വോട്ട് എണ്ണൽ നടന്നിട്ടില്ല. അടുത്ത മാസം 4-ാം തീയതിയാണ്. ഇത് ഈ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ഫാൻസിന്റെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ പ്രതിരോധിക്കാൻ കെ.സിയും വി.ഡിയും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗൗതം, അതുതന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലി വളരെ ശക്തമായി തുടങ്ങുകയാണ്. അതായത് ഭരണം ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും ഇപ്പോഴുമില്ല. പക്ഷേ എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ കെ.സി വേണുഗോപാലായിരുന്നു ഇതിന് നേതൃത്വം നൽകിയതെങ്കിൽ തൊട്ടു പിന്നാലെ വി.ഡി സതീശൻ അനുകൂലികളും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു പോഡ്കാസ്റ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കേരള യാത്ര എന്ന പേരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊന്നുമില്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ആ പ്രചാരണ സമയത്തൊന്നുമില്ലാത്ത രീതിയിലാണ് ഒരു പോഡ്കാസ്റ്റ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. കേരള യാത്ര എന്നാണ് ആ പോഡ്കാസ്റ്റിന് പേരിട്ടിരിക്കുന്നത്. തൻ്റെ ഇതുവരെയുള്ള സജീവ രാഷ്ട്രീയ ജീവിതമാണ് ഈ പോഡ്കാസ്റ്റിലൂടെ രമേശ് ചെന്നിത്തല വിവരിക്കുന്നത്. കേരള യാത്ര എന്ന് പേരിട്ടുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി കസേര തന്നെയാണ് ലക്ഷ്യം. കാരണം പൊതുരംഗത്തും സജീവമായി താൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നു. അതായത് മുഖ്യമന്ത്രിയാകാൻ തനിക്കും യോഗ്യതയുണ്ടെന്ന് പറയാതെ പറയുകയാണ് രമേശ് ചെന്നിത്തല. നേരത്തെ കെ.സി വേണുഗോപാൽ തൻ്റെ അനുകൂലികളെ കൊണ്ടായിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ കെ സുധാകരനാണ് കെ.സി വേണുഗോപാലിനായി ആദ്യം രംഗത്ത് വന്നത്. തൊട്ടു പിന്നാലെ തന്നെ കെ.സിക്കൊപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കൾ, അതും വലുതും ചെറുതുമായ ഒട്ടനവധി നേതാക്കൾ രംഗത്ത് വരുന്നു. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് വി.ഡി സതീശൻ അനുകൂലികൾ രംഗത്ത് വരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ വി.ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വി.ഡി സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീശൻ അനുകൂലികൾ രംഗത്ത് വന്നത്. ഇവർ രണ്ടുമല്ല, രമേശ് ചെന്നിത്തലയാണ്, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണ് ചെന്നിത്തല അനുകൂലികൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും അതിന് ഒരു പടി കൂടി കടന്നുകൊണ്ട്, അതായത് കെ.സി വേണുഗോപാലും വി.ഡി സതീശനുമൊക്കെ തൻ്റെ അനുകൂലികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതെങ്കിൽ ഇവിടെ രമേശ് ചെന്നിത്തല സ്വന്തമായി തന്നെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം എന്താണ് എന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന രീതിയിൽ ആ പോഡ്കാസ്റ്റ് കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിൽ താൻ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുകയാണ് രമേശ് ചെന്നിത്തലയും. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ നടക്കുന്നു. അല്പസമയം മുമ്പാണ് കെ.സി വേണുഗോപാലിനോട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ ചർച്ചകൾ തടയുന്നില്ല, അല്ലെങ്കിൽ ഈ ചർച്ചകൾ തടയണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമോ എന്ന ചോദ്യത്തിന് പോലും അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ നീക്കങ്ങളും, അതായത് ഭരണം ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ നീക്കങ്ങളും കെ.സി വേണുഗോപാൽ നടത്തുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പ്രതിപക്ഷ നേതാവ് വി.ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഈ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള കരുനീക്കങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നു. ആ രീതിയിൽ വലിയ പോര് തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മെയ് 4-നാണ് ഫലം പുറത്തു വരുന്നത്. അതുവരെ മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ഈ പോരാട്ടം കോൺഗ്രസിൽ തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി ഏതു വിധേനയും മുഖ്യമന്ത്രിയാകാൻ കഴിയും എന്നാണ് കെ.സി വേണുഗോപാലിൻ്റെ കണക്കുകൂട്ടൽ. അതനുസരിച്ചുള്ള നീക്കങ്ങൾ കെ.സി വേണുഗോപാൽ ഇപ്പോൾ തന്നെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഗൗതം.